ലാസ്റ്റ് നീലന്റെ കോള് റെഡിയിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ അടിയായി പറഞ്ഞ് കട്ടായി വന്നേ. ഹലോ മഞ്ഞണ്ണ, ഗ്യാങ് ഹൗസിന്റെ വെളിയിലെ കുറച്ച് ഇഷ്യൂ ആയേ. ഒരുത്തന്മാര് ഭയങ്കര ചോറി ഇവിടെ ഗ്യാങ് ഹൗസിന്റെ വെളിയിൽ ഒന്ന് വരാമോ? ഇവിടെ ഗ്യാങ് ഹൗസിന്റെ ഓപ്പോസിറ്റ് എന്ത് സംഭവം ഇവിടെ 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 എന്നിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടുപേരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവര് ക്രൈം ചെയ്തോണ്ടല്ല. ഓക്കെ, വേറൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ജസ്റ്റ് അറസ്റ്റ് അല്ല. നിങ്ങളിപ്പോ കുറ്റക്കാരനായോണ്ടല്ല. കുറ്റം ചെയ്ത ഒരാൾ എന്തെങ്കിലും ചെയ്തോ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ നടന്നത്? ഇത്രയും ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ഇടയിൽ വാസണ്ണ ഇതെന്തോ മൊണ്ടിയാണ് ഇവരെ. ഏതോ അവിടെ ഒരു കാറിൽ വന്നില്ലേ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കണം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വന്നിട്ട് ഒരു ഇത് വന്നില്ലേ, ഒരു രണ്ടുപേര് കാറിൽ പുലി വേഷമൊക്കെ ഇട്ടിട്ട് അവന്മാര്. അതിൽ ഒരുത്താൻ വന്നിട്ട് എന്നെ അണ്ണാന്ന് വിളിച്ച് എന്തോ ആരോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പത്തേക്ക് ഇവന്റെ അടുത്തല്ല, ഇവൻ കാറിൽ ഇരുന്നിട്ട് അവനെ അണ്ണാന്നൊന്നും വിളിക്കണ്ട, എന്തിവനെ അണ്ണാന്നൊക്കെ വിളിക്കണായിരുന്നു. ഞാൻ പറഞ്ഞേ എന്നെ മെന്നീനെ വിളി സംസാരിക്കണ എന്റെ പിള്ളേരാണ്, എന്റെ മക്കള്, നീ എന്റെ മോനാണെന്ന്. ഞാൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ആരെന്തോ അവിടെ ചത്ത് കിടക്കണില്ല, അവനാണ്. അവന്റെ കൂടെ വേറെ പീടി വന്ന് വിഷയമായി. ഇങ്ങനെ ഇവിടെ നിന്ന് പോയപ്പോ നൈസാ വന്നവര്. ഒരു ദൃക്സാക്ഷ്യം വേണ്ട. പുള്ളി ഇപ്പോഴും പുള്ളിക്ക് ജീവനുണ്ട്. വാ തുറന്ന് സംസാരിക്കാമല്ലോ. പുള്ളി സംസാരിക്കാത്ത ഇവനാണ് എല്ലാ പ്രശ്നവും. ഇവന്റെ വായിക്കാണ് കംപ്ലീറ്റ് പ്രശ്നം. പുള്ളിക്ക് വാ തുറന്നിട്ട് സംസാരിക്കാമല്ലോ. പുള്ളി മരിച്ചിട്ടൊന്നുമില്ല, ബോധം പോയിട്ടില്ല. പുള്ളിക്ക് ഇപ്പോഴും ബോധമുണ്ട്. പിന്നെ ഇതെന്താ ഈ പെട്രോൾ ക്യാനൊക്കെ എന്തിനാ? ഈ അനാവശ്യ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ കഫി താത്തിരുത്തു അങ്ങോട്ട് മാറ്റി. ഉസ്മാനെയൊക്കെ കൊണ്ടോ ഈ പുള്ളിക്ക് എന്താ സംസാരിച്ചാ ഇത്ര നേരം? ഭരത് സാറേ, നമ്മളവിടെ നിന്നപ്പോ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഒന്ന് കുത്തിയിട്ട് ഈ പറയുന്ന ആൾക്കാർ കുറച്ചുപേര് ചൊറിയായിരുന്നു. അതെന്താ ബാക്കി കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. വെടിയൊക്കെ വെച്ചിട്ട് പോയതാണ്. ഞാൻ തന്നെ സിറ്റുവേഷൻ നമ്മളവിടെ ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഒരു 4 പേര് വന്ന് വണ്ടി ചോട്ടിട്ടിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞ് അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ഇതാക്കി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പൊ അങ്ങ് മാറിയപ്പം മെന്നി അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പം ഏതോ ഒരു പയ്യൻ മെന്നി അണ്ണാന്ന് വിളിച്ചു. അപ്പൊ മെന്നി അണ്ണാന്ന് വിളിച്ചിട്ടുണ്ടപ്പോ ഇവന്മാര് വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ് ഇവനെ ഒന്ന് അണ്ണാന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയതാണ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ വീട്ടിലോട്ട് കയറിക്കോളൂ. എനിക്ക് ഇവന്റെ കൂടുതൽ ആരെന്നോലും അറിഞ്ഞോ, എന്റെ പേര് അറിഞ്ഞാൽ തന്നെ എനിക്ക് ഓർമ്മ പോലും കാണല്ലോ. ആ സാറേ, ഞാനാണ്. സഹോദര വിളിപ്പിച്ചിട്ടുണ്ട്, വരട്ടെ അവര്. ഓക്കെ, നിയമസത്യോ പേര് നിനക്ക്? മനുഷ്യനെ അങ്ങ് പൊക്കിയത് ജീവനല്ലേ. ബാക്കി നമുക്ക് കേസൊക്കെ ഇത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യണം. വന്ന മെഡിക്കൽ ടീം വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യണമെന്ന് ഇവനെയൊക്കെ സാറേ, ക്രൗഡ് കൺട്രോൾ ചെയ്തേ. ഓഫീസേഴ്സ് ക്രൗഡ് കൺട്രോൾ ചെയ്തേ. സാർ പൊക്കാവോ? ഹലോ സാർ, കളിക്കേക്ക് നിർത്തിയോ? കളക്കി ഇനി ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ നോക്കുമ്പോ ഇവിടെ കൊറേ പൊലം കെട്ടവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉള്ളത് ആരാണ്, അവരെ കൂടെ ഉള്ളത് ആരാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. വാസു, അല്ല ഞങ്ങൾ നമ്മൾ മാറാം. ഓക്കെ, കാരണം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് കയറിയപ്പോ കണ്ടിന്യൂസ് നമ്മൾ ഉപദ്രവിക്കാൻ കാലം നമ്മളെന്തിനാ ഉപദ്രവിക്കാൻ പറ്റുന്ന ആരാന്ന് അറിയണമല്ലോ നമുക്ക്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മുടെ വീട്ടിന്റെ സൈഡിൽ വന്ന് ഇങ്ങോട്ട് വന്ന് 2 വട്ടം വണ്ടി ഇടിച്ച് തന്നെ അറിയണോ കാരണം പേരെന്തായാലും അറിയണം. സാറേ, ഇതിനകത്താണ് കിടക്കുന്നത്. സാറേ അവനെ ചവിട്ട് കൊടുത്താൽ കിട്ടും. അയ്യോ സോറി സാറേ, സോറി ഭരത് സാറേ. ഇവിടെ കാണുന്നില്ലേ ബോഡി? ഇവിടെ ഉണ്ട്. കാണുന്നുണ്ട്, കാല് മാത്രമേ കാണുന്നുള്ളൂ. ആ ഇപ്പൊ കാണാം. ക്ലിയർ ചെയ്ത് തന്നാ സാറിന് ഓക്കെ. നമുക്ക് മാറി കൊടുക്കാം. ഭരത് സാറിന് തിരുനെറ്റിക്ക് ഒരൊറ്റയടി. മൊണ്ടിയായി. എന്താ ഇനി എനിക്ക് അവനെ കൊല്ലണം, അവന്റെ കൂടെ ഉള്ളവനെ കൊല്ലണം. പ്രശ്നമായി. നമുക്ക് കൊല്ലാം ആരോ നോക്കണ്ട.
ഞാൻ ദേണ്ട കാലം എന്ന് പറഞ്ഞ് ഭരത് സാറിന്റെ മോന്തൊക്കെ ഇട്ട് ഒറ്റയടി. റിക്രൂട്ട്മെന്റ് ക്യൂവിൽ നിൽക്കുകയായിരുന്നു അമ്പത്തൂര്. ചാടി വീണ് എന്റെ അണ്ണാവത്തോട് ഓടാന്ന് പറഞ്ഞ 10 തള്ളക്കും വിളിച്ച് 4 ഒരു വെടി വെച്ച് വിട്ട്. അമ്പത്തൂർ ആൾക്കാരല്ലേ അമ്പത്തൂർ സെറ്റ് ചെയ്തത് സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നെ സഹായിച്ച് മോനെ അമ്മക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടാ. ജയന്മാരോട് രക്ഷപ്പെടണം കേട്ടാ. ഇതൊരു കഷ്ടമാടാ. ഞാൻ എന്താടാ പഞ്ചായത്ത് വഴിയ നിന്നെ പിന്നെ കൊന്നാ നമ്പർ ചോദിക്കുന്ന വളൻ പുറകിലിരുന്ന് പഞ്ചായത്ത് അല്ല മിനി ബ്രോ നിങ്ങൾ എവിടെ പുള്ളി പ്രശ്നം ഉണ്ടാക്കിയ ആള് താന്ന് പോണുണ്ട് സാർ. എവിടെ സാർ? പുള്ളി ഞാൻ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. റിവൈവ് ചെയ്യട്ടെന്ന് വെക്കാൻ വന്നതാണ്. ചെയ്തു ഞാനല്ലല്ലോ പറയണ്ട, പേടിയല്ലേ. ഹെൽമറ്റ് ഊരാവോ? സാറേ അതെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് അടി കിട്ടണ്ടെന്ന് വിചാരിച്ചു വെച്ചതാണ് സാറേ. അല്ലല്ല ഞാൻ ചോദിച്ചതാ ഹെൽമറ്റ് ഊരാവോന്ന് എന്നോട് തന്നെ. ഭയങ്കര റിസ്ക്കാണ് സാറേ, ഇവിടെ ജീവനൊന്നും ഒരു വിലയില്ല. മറ്റേ ഞെക്കി പൊക്കണം. പുള്ളി ഓക്കെയാണ്. കൂടെ നിൽക്കുന്നത്. ഹലോ ഹലോ കൂടെ ഉള്ളതാണോ? ഹലോ അവന് നല്ല ചുമക്കടാ, കുറച്ചുകൂടെ ചുമക്ക്. ഹലോ 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 ഡേ അയ്യോ വലിയവരെ ഇതിനകത്ത് ഏതായിരുന്നു റീഫ്രഷ് ചെയ്തായിരുന്നു കേസ്? എമ്മോ കെയോ? പേരെന്താ സാറേ? എന്റെ ഒരു വീട് സാറേ. സാറേ കേൾക്കുന്നില്ലല്ലോ. എന്നാ നിനക്ക് ടി വിയിൽ റിക്രൂട്ട്മെന്റ് വേണ്ടേ? ഇപ്പൊ നീ റിക്രൂട്ട്മെന്റ് നക്കി വന്നായിരുന്നല്ലോ. റിക്രൂട്ട്മെന്റിന് നിന്നെ റിക്രൂട്ട്മെന്റ് എടുക്കാതെ ഇവിടെ സെപ്റ്റിക് ടാങ്ക് കഴുകാൻ വേണ്ടി 2 പേരെ വേണം. നിന്നെ കറക്റ്റ് അതിന് വേണ്ടി പറ്റും. നിന്നെ എടുക്കട്ടെ? അതിനാ നീലമുടിയെ കൊണ്ടുവന്ന മറ്റവനെ അവനെ നീ എടു. നിന്നെ എടുക്കാൻ നീ കറക്റ്റാണ്. നിന്റെ ആകുമ്പോ നിന്നെ കണ്ടിട്ട് ഒരു ബ്രഷിന്റെ രൂപമുണ്ട്. നിന്നെ കണ്ടിട്ട് കറക്റ്റ് ഒരു ബ്രഷ് ആയിട്ട് ഉപയോഗിക്കാം ഞങ്ങൾക്ക്. അത് നിന്നെ കണ്ടാലും തോന്നുന്നുണ്ട്. നിന്റെ മുടിയുടെ ബാക്ക് കണ്ടാ നിന്നെ കണ്ടാൽ നന്നായിട്ട് തോന്നുന്നുണ്ട്. നിന്നെ കണ്ടാൽ നന്നായിട്ട് തോന്നുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ടാ. അവർ റിക്രൂട്ട്മെന്റ് ഇറക്കാൻ വന്നേക്കുന്നത് നമ്മുടെ അടുത്ത്. നമ്മളവർ റിക്രൂട്ട്മെന്റ് ഇറക്കാൻ വന്നിരിക്കുന്നത്. നീ എന്ത് ഷോർട്ട് വേണ്ടി അടച്ചുപൂടണ വന്നാൽ നിന്നെ പോലെ മനസ്സിലായടാ. എടുക്കൂല എന്തായാലും കേട്ടാ. പോയാ നിന്റെ എന്താ സാർ? ഞാൻ ഉള്ളതാണ്. ഇവ എന്റെ അടുത്ത് ഒന്നാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവന്റെ പുള്ളിയെ ഇതല്ലേ പുള്ളി? ഹലോ ഹലോ റീഫ്രഷ് പഠനം എനിക്ക് വർക്ക് ആവണില്ല. എം അല്ലേ? എം ആണ്? ഏതാണ്? എം ആണോ എൽ ആണോ? ഇത് ഏതാ? തുറക്കാവോ സാറേ? ഹലോ വാസു ഇവിടെ എന്തെങ്കിലും പ്രശ്നമായോ? ഇവരുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നതിന്റെ റീസൺ എന്താണ് സാറേ? എന്തെങ്കിലും സാറേ നമ്മളെ ഡ്രസ് ഷോപ്പിൽ പോയതായിരുന്നു സാറേ. ഡ്രസ് ഷോപ്പിൽ പോയപ്പോ ഒരു നീലമുടി ഉണ്ടല്ലോ, നീല നമ്മളെ ഡ്രസ് ഷോപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന ആൾക്കൂട്ടം കണ്ടു. നമ്മളപ്പോ ആൾക്കൂട്ടത്തിനടുത്ത് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കഞ്ഞി കൊടുക്കുന്നു? ആരാത് പറഞ്ഞേ? സാറേ ഇത്രയും പേര് ഇരിക്കുമ്പോ കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ റിക്രൂട്ട്മെന്റ് കൊടുക്കണമെന്ന് അറിഞ്ഞതാണോ നീ പറഞ്ഞേ? നീ അങ്ങനെയാണല്ലോ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞോ? കഞ്ഞി ഇവിടെ കഞ്ഞി കൊടുക്കുന്നെന്ന് പറഞ്ഞു സാറേ. കഞ്ഞി കൊടുക്കുന്നെന്ന് പറഞ്ഞു. കഞ്ഞി കൊടുക്കുന്നതായിട്ട് ആരും ഇവിടെ പറയുന്നത് ഒരാള് പറഞ്ഞു സാറേ. അപ്പോഴേ നമ്മള് പറഞ്ഞു കഞ്ഞി ഇവിടുത്തെ കഞ്ഞികൾ കുടിച്ചോണ്ടിരിക്കും, നമുക്ക് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞ് നമ്മള് പോയി. പിന്നെ സാർ ആ വഴിക്ക് പോവാത്തന്തേ? പിന്നെ ഇവിടെ നിന്ന് സാർ ഇങ്ങനെ കുഴഞ്ഞു വീണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് വണ്ടി കൊണ്ട് 2 വട്ടം എന്നെ ഇടിച്ച് തറയിട്ട്. സാറേ അതല്ലേ പറഞ്ഞത്. ഡ്രസ് ഷോപ്പിൽ നിന്ന് വേറൊരു നീല ഇത് മാറിയോ? ഇവിടുത്തെ ഷീൽഡ് ഇതൊക്കെ മാറിയോ? പുള്ളി ഇവിടെ വന്ന് പിന്നെ നമ്മള് കഞ്ഞിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നു. അങ്ങോട്ട് വണ്ടി ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, സാർ ഒറ്റയ്ക്കാണോ ഇവിടെ കിടന്ന് കറങ്ങി? എത്ര അങ്ങനെ ബീച്ചിലോട്ട് പോയി. സാറിന് ചോദിക്കുന്ന എന്തോന്നാണ് സാർ മറുപടി പറയുന്നത്? പുള്ളി ഉണ്ടായിരുന്ന വണ്ടിയിൽ സാറ് ചോദിക്കുന്ന എന്തോന്നാണ് സാറ് മറുപടി പറയുന്നത്? എന്തോന്നാണ് സാറേ? അതിൽ
സാറിനോട് ചോദിക്കുന്നത് സാറിന്റെ കൂടെ അവിടെ വേറെ ഏതെങ്കിലും വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, സാറ് കഞ്ഞിയിൽ പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ കുറെ നേരം കൊണ്ട്. സാറേ അതൊന്നും അല്ല കാര്യം, ഒരു പറയാൻ ന്യായമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പിടിക്കണ്ടായോ? വല്ലാതെ നോക്കി കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും സാർ അനൗൺസ്മെന്റോ ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല സാറേ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേ കണ്ട ഇതുപോലത്തെ തീട്ട കേസുകളൊന്നും ഡീൽ ഞങ്ങൾക്ക് താല്പര്യമില്ല സാറേ, ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. ഈ എച്ചിലെ നമുക്ക് താല്പര്യമില്ല. എച്ചിലെ നോക്കിയൊന്നും ഞങ്ങൾക്ക് കേസാക്കാൻ താല്പര്യമില്ല സാറേ. വിട്ടേ ഊട്ടിക്കാനായിട്ട് ഞങ്ങൾ ഒരു ദിവസം വിളിക്കാം, അന്നേരം മതി. അവന്റെ നിറവും ഇവൻ നമ്മൾ ഇവനോട് സംസാരിക്കണോ മൈൻഡോ പോലും ചെയ്യുന്നില്ല. ഞാൻ വേറൊരു പയ്യന്റെ അടുത്ത് സംസാരിക്കണം, അവൻ എന്നെ അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നപ്പോ ഇവൻ വന്നിട്ട് ഇവനെ ഒന്ന് അണ്ണാന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവനേക്ക് എന്തിനാ അണ്ണാന്ന് വിളിക്കണം. ഇവനോട് സംസാരിക്കണില്ല, ഇവനെ നമ്മള് മൈൻഡ് പോലും ചെയ്യണം. നമ്മളെ ലോകത്ത് ഇവ എക്സിസ്റ്റ് ചെയ്യണല്ലേ ഏതോ ഒരു തന്നെ. അപ്പത്തേം വന്ന് ആരൊക്കെ അണ്ണാന്ന് വിളിക്കണം തീരുമാനിക്കണം സിറ്റിയില്. കാര്യം ചോദിക്കട്ടെ, ഒരാള് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകും. ഇല്ലില്ല, ഇവനൊന്നും അങ്ങനെ പോകില്ല, മനസ്സിലായി. ഇവനൊക്കെ മറ്റേ അറ്റൻഷൻ കിട്ടാം, മനസ്സിലല്ലേ സാർ. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് സാർ, അറ്റൻഷൻ സീക്കർ. ശീലിച്ചു പോയി അങ്ങനെ ആരാണ് താങ്ങുന്നത് സാറേ? അതെ കേട്ടോ സാറേ, എന്നെ വെടിവെച്ച് പിന്നെ രണ്ടാമത് അടിച്ചിട്ടിട്ട് നിങ്ങൾ പീഡിയായിട്ട് നിങ്ങൾ അവരുടെ സപ്പോർട്ട് കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. സാറേ ഞങ്ങൾക്ക് ഞാൻ പറയാം സാറേ, ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയണ ഭരത് സാറിന്റെ അടുത്ത് ഞങ്ങൾ വന്ന് സിറ്റുവേഷൻ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളിവിടെ വെറുതെ ഞങ്ങളിപ്പോ സീരിയസ് ആയിട്ട് പറയണ സാറേ, ഞങ്ങളുടെ ഗ്യാങ്ങില് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒതുങ്ങി നിൽക്കുവാണ് സാറേ. കുടുംബത്തില് അപ്പൊ സാറേ നമ്മള് മാറി അവിടെ നിൽക്കുവായിരുന്നു. ഞങ്ങൾ മര്യാദക്ക് നിന്ന സമയത്ത് സാറേ ഒരാവശ്യം ഇല്ലാതെ എവിടെന്നോ വണ്ടി എടുത്ത് വന്ന് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ഞങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരുന്ന ആൾക്കാരാണിത്. അപ്പൊ സാറേ ഞങ്ങൾ ആരുടെയും പുറത്തോട്ട് കയറാനും എന്തോ നമ്മൾ പുള്ളി പറഞ്ഞിട്ട് പോയിട്ടില്ല, എന്തോ താങ്ങാൻ വേണ്ടി അത് സംഭവിക്കും സാറേ. അത് നമുക്ക് വേണ്ടി താങ്ങലാണ്. അല്ല സാർ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ പാസ് ചെയ്തത് എന്റെ തെറ്റാണ്. അവൻ എന്നെ മെന്നിന്ന് വിളിച്ചപ്പോഴേ പെട്ടെന്ന് എന്നെ മെന്നി എന്നൊക്കെ വിളിക്കണെന്ന് പറഞ്ഞാൽ എന്റെ 1-2 പിള്ളേരുണ്ട് മക്കളെ, അവരാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ മോനാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് ആ ഒരു വിളി കേട്ടപ്പോഴേ. പക്ഷെ ഇങ്ങനെ ഒരു പിഴച്ച എന്റെ മോനുണ്ടാകുന്നത് ഞാൻ എന്റെ ജീവിതം അങ്ങ് തീർത്താനാണ് സാറേ. ഞാൻ കടലിൽ ചാടി ചോദിക്കുന്ന ഉത്തരത്തിനൊന്നും പറയാനൊന്നും പുള്ളിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, പുള്ളി ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറയുന്നു. ബീഡ്സിനിയും പോയത് ഇവിടെ ഇവന്റെ പേര് കണ്ണൻ. ഇവനെ അടിച്ചോട്ടെ ഇവിടെ ചത്ത് കിടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ പോയടാ, അവന്റെ പേരെ കണ്ണൻ ഇറങ്ങിപ്പോയ കുണ്ണൻ. ഈ ബീഡ്സിനിയൊക്കെ മറ്റേ സിയോൺ സിറ്റി തൊട്ട് കരച്ചിൽ തുടങ്ങിയ പയ്യന്മാരാ. അല്ല എടാ ഇവന്മാരൊക്കെ പറയണ ഒരു കാര്യം ഉണ്ടല്ലയാ, നമ്മൾ ഇവന്മാരെയൊക്കെ ഇത് ചെയ്യുന്ന നമ്മളത് പേര് പറയണ്, ഇറിറ്റേറ്റ് ചെയ്യണ്, ഡിഫെയിം ചെയ്യണ്, ഹെയ്റ്റ് കൊടുക്കണ്. നമ്മളവിടെ മര്യാദക്ക് എന്തോ നമ്മുടെ കാര്യം ചെയ്തോണ്ടിരുന്നവന്മാരല്ലേ, വന്ന് വായിക്കാത്ത കൈയിട്ട് വാങ്ങിക്കുന്നതല്ലേ ഇതൊക്കെ. എനിക്ക് അതാണ് അറിയാത്ത, ഞാൻ അതാണ് ചോദിക്കുന്നത്. അറിയാവോ നിങ്ങൾക്ക് ആരാണെന്ന്? മറ്റോ പോയി അവനും കൂടെ കൊടുക്കായിരുന്നു. ഇവനെ കൊടുത്ത കേബിൾ ഊരി പാവം കെട്ടാടെ കണ്ടം വഴി ഓടി അവൻ പേടിച്ചു തൂറി. കണ്ണനും കണ്ടിയും വീടിസുനി എല്ലാം കൂടെ കണ്ടം വഴി ഓടി. ആളാവ് നോക്കി ആട്ടിക്കപ്പെട്ട് കുപ്പി നാറ്റ കേസായി അവസാനം പേടിച്ചോടി. മിണ്ടാതെ പേടിച്ച് കിടക്കായിരുന്നു. ഇപ്പോഴാണെന്ന് പറഞ്ഞത്. കൊള്ളാം. ബീഡി സുനിയൊക്കെ അറിയാവോ ആർക്കൊക്കെ ആ പേരൊക്കെ? വർഷങ്ങളായതാ പിന്നെ. പിന്നെ സിയോൺ തൊട്ട് അറിയാവുന്നല്ലേ ഇവരൊക്കെ. വാ